അങ്ങനെ നമ്മുടെ ഭൂമി ആരതിയൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മുത്തശ്ശി പറയുന്നുണ്ട് വളക്കം അവിടെ വെക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അഞ്ജന പറയുന്നുണ്ട് എനിക്കും അജയനും കൂടി ഒന്നിച്ചിട്ട് ആരതി ഒഴിയാൻ ആഗ്രഹമാണ് മുത്തശ്ശി പറയുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നത് രണ്ടാളും ഒഴിഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും രണ്ടാളും ഒഴിയണ സമയത്ത് നമ്മുടെ അഞ്ജനയുടെ കയ്യിൽ നിന്ന് വളക്ക് വീഴാൻ പോകുന്നുണ്ട്. വേഗം നമ്മുടെ ഭൂമി ഒന്ന് പിടിച്ചിട്ട് ഭൂമി അജയും കൂടിയാണ് പിന്നെ ആരതി ഒഴിയണത്. എന്തായാലും അവർ രണ്ടാളല്ലേ ഒന്ന് ചേരല്ല, അതുകൊണ്ടായിരിക്കും ദൈവനിശ്ചയം അങ്ങനെ ആയത്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ അഞ്ജനയ്ക്ക് ദേഷ്യം വന്നിട്ട് ഭൂമിയോട് പറയണത് നീ എന്നോട് കാണിച്ചത് അച്ഛനില്ലാത്ത പരിപാടിയാണ്, ഇനി അച്ഛനുണ്ടെങ്കിലും അയാൾ ഒരു തെമ്മാടിയാവും എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മളെ ഭൂമിക്ക് വല്ലാത്ത ദേഷ്യം വന്നിട്ട് അവളെ ചെകിടത്തേക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട്. അജയാണെങ്കിൽ അത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്, പക്ഷെ ഒന്നും പറയില്ല. അവൾ പറഞ്ഞതല്ലേ തെറ്റ്, അതുകൊണ്ട് ഒന്നും പറയണില്ല. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ഭവാനി ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുന്ന സമയത്ത് നമ്മുടെ അച്യുതൻ അതേ പോകുന്നുണ്ട്. ആ സമയത്ത് അവനെ കാണുന്ന സമയത്ത് പിന്നെ അവൻ്റെ പിന്നിൽ പോകാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് അച്യുതൻ രക്ഷപ്പെടുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഞ്ജന ഫുള്ളായിട്ട് മദ്യപിക്കുന്നുണ്ട്. മദ്യപിക്കുന്ന സമയത്ത് നമ്മുടെ ഭവാനി ചോദിക്കുന്നു എന്തിനാ നീ ഇപ്പം ഇങ്ങനെ കള്ളു കുടിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് അജയിനും ഭൂമിനെ എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കയ്യിലത്തെ ഗ്ലാസ് എടുത്ത് എറിയുന്നുണ്ട്. ആ ശബ്ദം കേട്ടിട്ട് മുത്തശ്ശി എല്ലാവരും റൂമിലേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും അവൾ ബോധം കെട്ട് കടക്കയിലേക്ക് വീഴുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഈ കല്യാണം ഇനി നടക്കണോ വേണ്ട ഞാനൊന്ന് ആലോചിക്കണം, ഇങ്ങനെ മദ്യപിക്കുന്ന കുട്ടീനെ എന്തായാലും എൻ്റെ അജയിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഉള്ളിൽ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഭവാനിക്കാണെങ്കിൽ ആകെ വിഷമം വരുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ഭവാനി അഞ്ജനയും കൊണ്ട് അമ്പലത്തിൽ പോകേണ്ടി എന്നിട്ട് പറയുന്നുണ്ട് കയ്യിൽ കർപ്പൂരം കത്തിക്കാൻ പറയുന്നുണ്ട്. എന്നാലേ എല്ലാവരും വിശ്വസിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് അജയിനെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അഞ്ജന അതുപോലെ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അജയ് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അവൾ ചെയ്യണമെന്ന് പറയുമ്പോൾ കയ്യിൽ കർപ്പൂരം കത്തിക്കാൻ മോനെ നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അജയ് പറഞ്ഞു അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്യുതനും ഭൂമിയുടെ അമ്മയും കൂടി ഇങ്ങനെ കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു ദിവസം അവളുടെ അച്ഛനും അമ്മയും ഇവിടെ അന്വേഷിച്ച് വരും, അപ്പം നമുക്ക് അവളെ കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭൂമി അടുത്തേക്ക് വരുമ്പോഴേക്കും അവർ വേഗം വർത്തമാനമൊക്കെ മാറ്റുന്നുണ്ട്. ഭൂമി പറയുന്നുണ്ട് നമ്മുടെ സത്യസാറിൻ്റെ ഭാര്യയും മകളെയും കാണാനില്ല അത്ര, അവരെവിടെയെന്ന് അവർക്ക് അറിയില്ല, അത് കണ്ടെത്തി കൊടുക്കുകയാണ്, എന്താണ് ഇനി അജയിൻ്റെ അടുത്ത പണി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അച്യുതൻ ഭൂമിയോട് പറയുന്നുണ്ട് ഈ തൽക്കാലം ആ മാല കുറച്ച് ദിവസം എനിക്ക് തായ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അഴിച്ചു വാങ്ങേണ്ട. ഭൂമിയാണെങ്കിൽ അത് തിരിച്ച് കൊടുക്കേണ്ട അച്ഛൻ്റെ കയ്യിൽ, കാരണം ആ മാലയാണല്ലോ ആകെ ഈ ഭൂമി അവിടുത്തെ കുട്ടിയെന്ന് അറിയാനുള്ളത്, അതുകൊണ്ട് അത് വേഗം അഴിച്ചു വാങ്ങുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്യുതന് വയ്യാതെ ആവേണ്ട ആ സമയത്ത് ഭൂമി ഡോക്ടറോട് പറയുന്നുണ്ട് എനിക്ക് അച്ഛനില്ലാത്തൊരു ലോകത്ത് ആലോചിക്കാൻ പോലും വയ്യ ജീവിക്കുക, അതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ എന്ത് ചിലവായാലും വേണ്ടില്ല എനിക്ക് രക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഭവാനി പറയുന്നുണ്ട് ഗുണ്ടകളൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. ആ കുട്ടി അഭിരാമി ആണെങ്കിൽ അച്യുതൻ്റെ കയ്യിലുള്ളത് അഭിരാമി ആണെങ്കിൽ അവളെയും അച്യുതനെയും എത്രയും പെട്ടെന്ന് കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഈ ആഴ്ചത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.